ഹലോ, വെൽക്കം ബാക്ക്. ഇനി നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു സി പ്രോഗ്രാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ലെക്ചറിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യും. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വൽ, അതായത് ഒരു വേരിയബിളിലോട്ട് നമ്മൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വാല്യൂ കോപ്പി ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ഏജ് ഈക്വൽ ടു 25 എന്ന് പറയുന്ന സമയത്ത് 25 പറയുന്ന വാല്യൂ നമ്മൾ ഇൻറ്റ് ഏജിലോട്ട് അല്ലെങ്കിൽ ഏജ് അറിയുന്ന വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുകയാണ്. ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ജസ്റ്റ് ഈക്വൽ മാത്രമല്ല, വേറെയും കുറേ ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കാരണം നമ്മൾ പ്രിൻ്റ് എഫ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, കാരണം എക്സിക്യൂഷൻ മെയിനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലോട്ട് നമ്മളൊരു വാല്യൂ 10 അറിയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട്. ഇത് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നം എന്ന വേരിയബിളിൻ്റെ കൂടെ ഒരു വാല്യൂ 1 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ആ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. ഇതേ ഓപ്പറേഷൻ, അതായത് നം ഈക്വൽ ടു നം പ്ലസ് 1 എന്ന് പറയുന്നതിന് പകരം എനിക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. അതായത് നം പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാലും നം ഈക്വൽ ടു നം പ്ലസ് 1 എന്നതിന് തുല്യമാണ്. അപ്പോൾ ഞാൻ ഈ കോഡൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇനീഷ്യൽ വാല്യൂ 10 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നം ഈക്വൽ ടു നം പ്ലസ് 1, അതായത് 10ൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടി 11 എന്ന് വന്നു. ദെൻ നം പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ വീണ്ടും നം ഈക്വൽ ടു നം പ്ലസ് 1 എന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാല്യൂ 10, 11, 12 അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്നത് കാണാം. സോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നം ഈക്വൽ ടു നം പ്ലസ് 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നം പ്ലസ് ഈക്വൽ ടു 1 എന്നും എഴുതാം. ഇനി ഇതേ കോമ്പിനേഷൻ നമുക്ക് മൈനസിൽ യൂസ് ചെയ്യാം. സോ മൈനസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഡെമോ നോക്കാം. ഇവിടെ ഞാൻ നം ഈക്വൽ ടു നം മൈനസ് 3, അതേ കാര്യം നം മൈനസ് ഈക്വൽ ടു 3, രണ്ടും ഒരേ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. സോ ഞാൻ ഈ പ്രോഗ്രാം ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ഇനീഷ്യൽ വാല്യൂ 10 ആയിരുന്നു. ഒരു പ്രാവശ്യം 1 ആഡ് ചെയ്ത് 11 ദെൻ ഒന്നും കൂടി ആഡ് ചെയ്ത് 12. അതിൽ നിന്ന് നമ്മൾ 3 കുറച്ചു, അപ്പോൾ നമുക്ക് 9 കിട്ടും. അതേ കാര്യം നമുക്ക് നം മൈനസ് ഈക്വൽ ടു 3 ചെയ്താലും കിട്ടും. അപ്പോൾ 9 അറിയുന്ന വാല്യൂന്ന് വീണ്ടും 3 കുറഞ്ഞുകൊണ്ട് തന്നെ 6 നമുക്ക് കിട്ടും. സോ ഒരേ കാര്യം നം ഈക്വൽ ടു നം മൈനസ് 3 എന്നത് പറയുന്നതിന് പകരം നമുക്ക് നം മൈനസ് ഈക്വൽ ടു 3 എന്നും എഴുതാം. സോ രണ്ടും ഒരേ റിസൾട്ടാണ് നമുക്ക് നൽകുക. ഇനി ഈ ഒരു ഓപ്പറേഷൻ പ്ലസ്സിലോ മൈനസിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമുക്ക് ഇതേ കോമ്പിനേഷൻ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലൊക്കെ യൂസ് ചെയ്യാം. സോ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നം ഈക്വൽ ടു നം ഇൻറ്റു 2 എന്ന് പറയുന്നതിന് തുല്യമായിട്ട് തന്നെ നം മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു 2 എന്ന് നമുക്ക് യൂസ് ചെയ്യാം. സോ ഒന്നും കൂടി നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇനീഷ്യൽ വാല്യൂ 10 ആയിരുന്നു, അത് 11, 12, ദെൻ 3 കുറഞ്ഞ് അത് 9, വീണ്ടും 3 കുറഞ്ഞ് അത് 6. 6നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 12 കിട്ടും. അതേ ഓപ്പറേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം? നം ഇൻറ്റു ഈക്വൽ ടു 2, നമുക്ക് 12 ഇൻറ്റു 2 24 കിട്ടും. സോ മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, അതേപോലെ അഡീഷൻ ആയിക്കോട്ടെ, സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ, നമുക്ക് ഈ 2 രീതിയും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഡിവിഷനും അതേപോലെ മോഡ് കാണുന്നതും ഒന്നിച്ച് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നം ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 4 എന്നതിന് പകരം നമുക്ക് നം ഡിവൈഡഡ് ബൈ ഈക്വൽ ടു 4 എന്ന് യൂസ് ചെയ്യാം. അതേപോലെ നം ഈക്വൽ ടു നം മോഡ് 3 എന്ന് പറയുന്നതിന് പകരം നം മോഡ് ഈക്വൽ ടു 3. അതായത് ഒരേ കാര്യം നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പ്രോഗ്രാം മൊത്തമായിട്ടൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ വാല്യൂ 10 ആയിരുന്നു, അത് ഇൻക്രിമെൻ്റ് ചെയ്ത് 11, 12, ദെൻ 3 സബ്ട്രാക്ട് ചെയ്ത് അതേ ഓപ്പറേഷൻ നമ്മൾ മറ്റൊരു രീതി ചെയ്ത് വീണ്ടും 3 സബ്ട്രാക്ട് ചെയ്ത് അപ്പോൾ 6. 6നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 24. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടും. ആ 4നെ നമ്മൾ മറ്റൊരു രീതിയിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടും. 1നെ നമ്മൾ
3 കൊണ്ട് ഹരിച്ചപ്പോൾ സിസ്റ്റം 1 കിട്ടി. അതേ 1നെ വീണ്ടും നമ്മൾ 3 കൊണ്ട് മറ്റൊരു രീതിയിൽ ഹരിച്ചപ്പോൾ വീണ്ടും 1 കിട്ടി. സോ ഇതാണ് മൊത്തമായിട്ടുള്ള വർക്കിംഗ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ്റെ കൂടെ തന്നെ അസൈൻമെൻറ്റ് ഓപ്പറേഷനും ഉണ്ട്. അസൈൻമെൻറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുക. അതായത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ആ വേരിയബിളിലെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എയ്തർ ഈക്വൽ ടു കൊടുത്ത് നമുക്ക് അഡീഷൻ കൊടുക്കാം, സബ്ട്രാക്ഷൻ കൊടുക്കാം, ഡിവിഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ്റെ കൂടെ തന്നെ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷനും കൂടി ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു. നോർമലി ഇത്തരം കോഡുകൾ നമ്മൾ കാണും, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഇത്തരം കോഡുകൾ കാണും. സോ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ്, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.